നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കുഴൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ മുയലുകൾ ചത്തു. കുഴൂർ അഞ്ചോവ കണ്ടംകുളത്തി ജോർജിന്റെ വീട്ടിലെ മുയലുകളാണ് ചത്തത്. കുവൈറ്റ് തീപിടുത്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചു. ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയ് തോമസ് ആണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കുഴൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ മുയലുകൾ ചത്തു. കുഴൂർ അഞ്ചോവ കണ്ടംകുളത്തി ജോർജിന്റെ വീട്ടിലെ മുയലുകളാണ് ചത്തത്. കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായി വളർത്തിയിരുന്ന 25ഓളം മുയലുകളെയും 10ഓളം കോഴികളെയുമാണ് അജ്ഞാത ജീവി ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ തീറ്റ കൊടുക്കാനായി ജോർജ് കൂടിനടുത്ത് എത്തിയപ്പോഴാണ് കൂടിന് സമീപവും കൂടിനകത്തുമായി 25ഓളം മുയലുകൾ ചത്ത നിലയിൽ കണ്ടത്. കൂടാതെ 10ഓളം കോഴികളെ പിടിച്ചുകൊണ്ടുപോയിട്ടുമുണ്ട്. അടച്ചുറപ്പുള്ള കൂട്ടിൽ വളർത്തിയിരുന്ന മുയലുകളെ എന്ത് ജീവിയാണ് ആക്രമിച്ച് കൊന്നതെന്ന ആശങ്കയിലാണ് ജോർജും കുടുംബവും. കൃഷി എന്ന രീതിയിലാണ് കോഴി, മുയൽ എന്നിവയെ ജോർജ് വളർത്തുന്നത്. മഴക്കാലമായാൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സ്ഥലമാണിത്. ഇത്തരത്തിൽ അജ്ഞാത ജീവികളുടെ ആക്രമണം കൂടി ഉണ്ടായാൽ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്ന ആശങ്കയും കർഷകൻ പങ്കുവയ്ക്കുന്നു. കുവൈറ്റ് തീപിടുത്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി വിവരം. ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയ് തോമസ് ആണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. 5 ദിവസം മുമ്പ് മാത്രമാണ് ബിനോയ് കുവൈറ്റിൽ എത്തുന്നത്. തീപിടുത്തം നടന്ന ദിവസം പുലർച്ചെ 2 മണിവരെ ഇദ്ദേഹം ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. മാള കാർമൽ കോളേജിൽ സഹവിദ്യാഭ്യാസത്തിന്റെ മഹത്വം ഉദ്ഘോഷിച്ച് ആൺകുട്ടികൾക്കും പ്രവേശനം നൽകി. ഇതിന്റെ ഭാഗമായി ആരംഭം എന്ന പേരിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഇൻജക്ഷൻ പ്രോഗ്രാം ആരംഭിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ പ്രിൻസി KG, ഡോക്ടർ ജിയോ ജോസഫ്, മിസ് കീർത്തി സോഫിയ പൊന്നച്ചൻ, മിസ് ലിൻഡ ജോസഫ് എന്നിവർ സംസാരിച്ചു. സിസ്റ്ററിന്റെ നേതൃത്വപാഠകത്തിനും പിന്തുണയ്ക്കും കരുതലിനും നന്ദി. കൃത്യനിഷ്ഠയോടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന സൗമ്യമായ പ്രകൃതത്തിന്റെ ഉടമ ഡോക്ടർ പ്രിൻസി, മിസ്സിന്റെ സാന്നിധ്യത്തിനും വാക്കുകൾക്കും നന്ദി. ഈ 8 ദിവസത്തെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ സ്പാർക്ക് ഈ വ്യക്തികളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഡോക്ടർ ജിയോ ജോസഫ് ആൻഡ് മിസ് കീർത്തി സോഫിയ പൊന്നച്ചൻ ചുരുങ്ങിയ ദിവസങ്ങളിൽ തിരക്കുകൾക്കിടയിൽ സാധ്യമാക്കിയ നിങ്ങളുടെ അക്ഷീണ പരിശ്രമത്തിന് നന്ദി. ഏറ്റവും കരുതലോടെ നിങ്ങൾ വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാൻ ഇവിടെ കാത്തിരിക്കുന്ന കുറേ സ്നേഹം നിറഞ്ഞ അധ്യാപകരോട്, പ്രിയ സഹപ്രവർത്തകരെ ഹൃദയം നിറഞ്ഞു നന്ദി. ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം അതിൻ്റെ പൂർണ്ണതയിൽ സാധ്യമാകുന്നത് നിങ്ങളിലൂടെ മാത്രമാണ്. ഡിയർ നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഈ കലാലയത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സപ്പോർട്ട് സിസ്റ്റമാണ് നിങ്ങൾ. താങ്ക് യു വെരി മച്ച്. അന്യന്മാരെയും അനിയത്തിമാരെയും സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഡിയർ സീനിയർ സ്റ്റുഡൻസ്, നന്ദി. ഒരുമിച്ച് വളരാനും പഠിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. 4 വർഷ ബിരുദ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തൽ, ബോധവൽക്കരണ ക്ലാസുകൾ, വിനോദ പരിപാടികൾ, പ്രകൃതി പഠനയാത്ര എന്നിവയാണ് ആരംഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. കുവൈറ്റിലെ മംഗഫിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 24 മലയാളികൾ മരിച്ചതായി നോർക്ക CEO അജിത് കോളശ്ശേരി അറിയിച്ചു. 7 പേരുടെ നില ഗുരുതരമാണ്. ആരോഗ്യനില മെച്ചപ്പെട്ട കുറച്ചു പേരെ ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായും അധികൃതർ അറിയിച്ചു. മരിച്ചവരുടെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണം നടന്നു വരികയാണ്. ഇതിനായി വിദേശ മന്ത്രാലയം, ഇന്ത്യൻ എംബസി എന്നിവയുടെ ഏകോപനത്തിലാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. വിസ, പാസ്പോർട്ട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട രേഖകൾ നോർക്ക വഴിയാണ് നടത്തുന്നത്. നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കും ഇതിനായി പ്രവർത്തിക്കുന്നതായും CEO അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കുഴൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ മുയലുകൾ ചത്തു. കുഴൂർ അഞ്ചോവ കണ്ടംകുളത്തി ജോർജിന്റെ വീട്ടിലെ മുയലുകളാണ് ചത്തത്. കുവൈറ്റ് തീപിടുത്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചു. ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി തോപ്പിൽ വീട്ടിൽ ബിനോയ് തോമസ് ആണ് മരിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.